ഹായ്, ഞാൻ സ്നേഹ. എസൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പിനെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരിക്കലും ഇതൊരു ചീറ്റിംഗ് അല്ല. അതായത് അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ ഒരിക്കലും ചീറ്റിംഗ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. പകരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടിയുള്ള മിസ്റ്റേക്ക് ആയിട്ട് കാണുക. ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ആരും റിലേഷൻഷിപ്പിൽ നിൽക്കില്ല. സോ അങ്ങനെ ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ നെഗ്ലക്റ്റ് ആണ്. അതായത് ഒരാൾ മാത്രം എപ്പോഴും സ്നേഹിക്കപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും സ്നേഹിക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന തന്റെ പാർട്ട്ണറെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല. എപ്പോഴും അവഗണനയാണ്, വലിയ രീതിയിലുള്ള പ്രാധാന്യം കിട്ടുന്നില്ല, ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് അവർക്ക് റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. നേരെ മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇവർ വലിയ രീതിയിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. സ്നേഹമാണെങ്കിലും പരിഗണനയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ബഹുമാനവും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. തിരിച്ച് തനിക്കൊന്നും ഇല്ല എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാളും ബന്ധത്തിൽ തുടരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബിക്കോസ് എല്ലാ ആളുകളും ബഹുമാനിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്നവരാണ്, സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അല്ലെങ്കിൽ കുറച്ച് കാലമൊക്കെ നമ്മൾ ആ ബന്ധത്തിൽ അങ്ങനെ നിൽക്കും. ബിക്കോസ് ഇത് അവരുടെ ക്യാരക്ടർ ആയിരിക്കും. ചിലപ്പോൾ പതിയെ പതിയെ ഓക്കെ ആവുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ദിവസം നോക്കുന്നുണ്ടായിരിക്കും ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു ദേഷ്യമോ വീർപ്പുമുട്ടലോ വെറുപ്പും ഒക്കെ വരും എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബന്ധത്തിൽ നിൽക്കില്ലല്ലോ. അതേപോലെ തന്നെ തിരിച്ചും അവര് നമ്മളുടെ ഭാഗത്തുനിന്ന് അവരെ സ്നേഹിക്കാനുള്ള രീതിയിലുള്ള ഒന്നും കാണുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഒരിക്കലും ഇത് അവരുടെ ഭാഗത്തുള്ള തെറ്റായിട്ട് നിങ്ങൾ കാണരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. മിക്ക റിലേഷൻഷിപ്പിലും മിക്ക ആളുകളും ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടിരിക്കുക, ദേഷ്യം വന്നിട്ട് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ എന്താ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവർ ചിന്തിക്കും, അവർ മാറും എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടും, അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യം കൂടും, വെറുപ്പ് കൂടും, ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ എന്നൊരു സംശയം ഉണ്ടായിരിക്കും. വേറെ ഒന്നും വേണ്ട, കുറച്ചു നേരം നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ മിണ്ടാതിരിക്കുക. അതായത് ഒരു വഴക്കായിട്ട് മാറുമെന്ന് തോന്നുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക. അത് ദേഷ്യത്തോടെ ആവരുത്. കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്, ആ പേഴ്സൺ പുറകെ വന്നുകൊണ്ടേ ഇരിക്കുക, നീ എന്താ മിണ്ടാത്തത്, അല്ലെങ്കിൽ എന്താ എന്നോട് മിണ്ടാത്തത്, പറയുന്നിട്ട് വന്നിട്ടേ ഇരിക്കുകയാണ്. അവർ മിണ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ മിണ്ടുന്നില്ല, ജാട കാട്ടിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും? വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രശ്നം എന്താണെന്നുള്ളത് പറഞ്ഞ് സോൾവ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ് സോൾവ് ആക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണം എന്നില്ല, കൂടുതലും ഗുരുതരമാകും. അതുകൊണ്ട് അപ്പം പറയണമെന്നില്ല, മെല്ലെ പറയാം. എങ്കിലും ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ ഹാബിറ്റ് ആണ്. അതായത് വളരെ കുറച്ച് മാത്രം സംസാരിക്കുക, വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധം ഒന്നും മുന്നോട്ട് പോവില്ല. ഏതൊരു റിലേഷൻഷിപ്പിന്റെയും അടിത്തറ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആശയവിനിമയമാണ്. അത് മാത്രമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പരസ്പരം സംസാരിക്കുമ്പോഴാണ് കുറെ മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ ഒരുപാട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ ഇമോഷണൽ കണക്ഷൻ കൂടും. അങ്ങനെ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ആകുമ്പോഴാണ് നിങ്ങൾ ഒരുപാട് പരസ്പരം സ്നേഹിക്കുന്നതും അതേപോലെ മിസ് ചെയ്യുന്നതും പ്രണയം കൂടുന്നതും ഒക്കെ ഇതിലൂടെയാണ്. അതായത് ഇതിന്റെ ബേസിക് ഉള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നല്ല, എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ സംസാരിക്കുക. എന്താണ് സംസാരിക്കാൻ പറ്റുക സംസാരിച്ചോ. നിങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പക്ഷെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നുണ്ട്, സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുള്ള വലിയൊരു കുറവായിട്ട് തന്നെയാണ് അവർ കാണുക. ബിക്കോസ് അവർക്ക് പറയാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങളിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒന്നും റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ തോന്നില്ല. എത്ര കാലം നമ്മളോട് മിണ്ടാത്ത സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളുടെ കൂടെ ഇരിക്കാൻ പറ്റുക? നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവരെ വിചാരിക്കാൻ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ മീൻസ് നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾ കാണാതിരിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് എഫേർട്ടാണ്. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ടൊന്നും ഇല്ല എങ്കിൽ അവരെപ്പോഴും എഫേർട്ട് എടുക്കുകയാണ്, എല്ലാ കാര്യങ്ങൾക്കും അവർ എഫേർട്ട് എടുക്കുകയാണ്. ഇപ്പം നിങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാനാണെങ്കിൽ അങ്ങനെ, കാണാൻ, സംസാരിക്കാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്നുമില്ല.
ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ടുപേരും തുല്യരാണ്. അതായത് ഒരാൾ കുറച്ചുകൂടി മികച്ചത്, മറ്റാൾ താഴെ, അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും ഒരേ രീതിയിൽ എഫേർട്ട് എടുത്താൽ, ഒരേ രീതിയിൽ സ്നേഹിച്ചാൽ ബന്ധം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കളർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അതിന് വേണ്ടത് രണ്ടുപേരും മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. അത് ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന അതേപോലെ ഞാൻ എടുക്കുക, അങ്ങനെയൊന്നും അല്ല. രണ്ടുപേരുടെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പേഴ്സൺ പെരുമാറുന്നുണ്ടെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക ഓരോ കാര്യങ്ങൾ. അതിൽ അവർ സന്തോഷം കണ്ടെത്തും, അവിടെ അവർ നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് ശരിക്കും ഒരു നല്ല റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ എപ്പോഴും എഫേർട്ട് അവരുടെ ഭാഗത്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എഫേർട്ട് എടുക്കാൻ അവരുണ്ടാകണം എന്നില്ല നിങ്ങളുടെ കൂടെ. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു മുൻകൈ എടുക്കലോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു സ്വഭാവം ഇല്ലെങ്കിൽ ഇനി അത് മാറ്റാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു എൻകറേജ്മെന്റും ഒന്നും ഇല്ലാതെ എപ്പോഴും ക്രിറ്റിസിസം, എപ്പോഴും നിങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊരു കാര്യം ചെയ്തു തരുമ്പോഴും ഒരിക്കലും അതിൽ നല്ല വാക്ക് പറയുന്നുണ്ടാവില്ല, നേരെ മറിച്ച് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവിടെ ഒരിക്കലും ഒരു ഇമോഷണൽ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ആ ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സേഫ് ആണെന്ന് തോന്നുക, നമുക്ക് ഭയങ്കര വിശ്വാസം തോന്നുക, ഭയങ്കര ഒരു കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ നമുക്കപ്പോൾ ഫീൽ ചെയ്യും. നേരെ മറിച്ച് നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. ബിക്കോസ് നമ്മൾ ഒരിക്കലും സേഫ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു ഇഷ്ടക്കുറവ്, വെറുപ്പോ, അങ്ങനെ നമ്മൾ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ശരിക്കും ഫീൽ ചെയ്യാന്നുള്ളതാണ്. സോ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതോ മോട്ടിവേറ്റ് ചെയ്യുന്നതോ ഒന്നുമില്ലാതെ എപ്പോഴും എന്ത് കാര്യം ചെയ്തു തരുമ്പോഴും കുറ്റം കണ്ടുപിടിക്കൽ മാത്രമാണ് ആ ഒരു സ്വഭാവം എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളുടെ കൂടെ ഇരിക്കാനോ നിങ്ങളുടെ കൂടെ ജീവിക്കാനോ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു മനുഷ്യനും കഴിയില്ല, അവർക്ക് നല്ല ഒരാൾക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എമ്പതി, ആ ഒരു സംഭവം നമുക്ക് വേണം. അതായത് അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗുണം കൂടി നിങ്ങൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണെങ്കിലും ഒരിക്കലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലൊന്നും മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തല്ല, നിങ്ങളുടെ ഭാഗത്താണ്. സോ നിങ്ങളിൽ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ആ ഒരാൾ നിങ്ങളുടെ കൂടെ അധിക കാലം ഉണ്ടാവില്ല. സോ അവർ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കുക, കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകും. അപ്പൊ നിലവിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് ഒരു പരിഹാരം വേണം. അതായത് ഒരു സൊല്യൂഷൻ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്